ആനയെ ഇന്ന് തന്നെ കരയ്ക്ക് കയറ്റും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ആനയെ കരയ്ക്ക് കയറ്റാനുള്ള നടപടികളിലേക്ക് അവിടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വിവരങ്ങൾ ഫൈസൽ നെടുമ്പാലം നൽകും. ഫൈസൽ, എങ്ങനെ ആനയെ കരയ്ക്ക് കയറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ വെളിച്ചക്കുറവിന്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ ദൗത്യത്തെ? തീർച്ചയായും രാത്രിയാണ് ആനയെ കരക്കെത്തിക്കുക എന്ന് പറയുന്നത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ഇന്ന് ഇപ്പോൾ ഒരു അല്പസമയം മുമ്പാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമായത്. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധിയും പ്രയാസമൊക്കെ ഉണ്ടാക്കിയ കാലം കഴിഞ്ഞുപോയി. കഴിഞ്ഞ ഒരുപാട് കാലമായി ഇവിടെ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. കാർഷിക വിളകളൊക്കെ ഒരുപാട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് പരാതിയൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമോ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഒരു ഇടപെടലോ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഒരു കാട്ടാന ഇവിടെ കിണറ്റിൽ വീണപ്പോൾ വനംവകുപ്പിന്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ആളുകൾ എത്തുന്നു, ഉദ്യോഗസ്ഥരെത്തുന്നു, ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പോൾ ആന ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ആന ഇവിടെ കിണറ്റിൽ വീഴുന്നത്. ഏകദേശം മണിക്കൂറുകളോളം ഒരുപാട് മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. ആന അവശനായിട്ടുണ്ട്. ഒരുപാട് തവണ ആന മുകളിലേക്ക് കയറാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും വിജയിച്ചില്ല. 25 അടിയോളം താഴ്ചയുണ്ട് ഈ ഒരു കിണറിന്. ഇപ്പോൾ ആന വീഴുമ്പോൾ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയും നിരവധി തവണ ആന കരയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. അത് പരാജയപ്പെട്ട് വീണ്ടും കിണറിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. നാട്ടുകാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനയെ ഇവിടെ നിന്ന് പുറത്തെത്തിച്ച് ദൂര സ്ഥലത്ത്, അതായത് ഒരു കാരണവശാലും ഇവിടേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ ആനയെ ഉൾവരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വനംവകുപ്പ് പറഞ്ഞത് ആദ്യം ആനയെ ഇവിടെ നിന്ന് പുറത്തെത്തിച്ച് തൊട്ടടുത്ത കാട്ടിലേക്കും വിടുകയും പിന്നീട് അവിടെ നിന്ന് കുങ്കി ആനകളെയും മാറാട്ടി അംഗങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് പിന്നീട് ഉൾവനത്തിലേക്ക് കയറ്റിവിടാമെന്നായിരുന്നു വനംവകുപ്പ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു നാട്ടുകാരുള്ളത്. എന്നാൽ ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു അയവ് വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ വനംവകുപ്പ് ഇനിയിപ്പോൾ കുറച്ചു മുമ്പ് നടന്ന ചർച്ചയിൽ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കിണർ നിൽക്കുന്ന സണ്ണി എന്ന് പറയുന്ന കർഷകന് അദ്ദേഹത്തിന് 1.5 ലക്ഷം രൂപ കൈമാറും. പുതിയ കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപ കൈമാറും. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപടിക്കായി കൃത്യമായിട്ടുള്ള ടെൻഡറുകൾ നാളെ തന്നെ സമർപ്പിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ഇന്ന് മുതൽ ഈ ഒരു പ്രദേശത്ത് ആറാട്ടി അംഗങ്ങളുടെയും നിരീക്ഷണം ഉണ്ടാകും. നാളെ തന്നെ കുങ്കി ആനകളെ എത്തിച്ചുകൊണ്ട് ആനയെ നിരീക്ഷിച്ച് കൂടുതൽ ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ഉന്നതത്തിലേക്ക് തിരുത്തുന്നുള്ള ഒരു നടപടി ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്തെ 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകളോടൊക്കെ ഈ ഒരു ഭാഗത്ത് നിരവധി ആളുകളാണ് ഈ ഒരു ഭാഗത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ആനയെ കാണുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. അതിന് പുറമെ തന്നെ നാട്ടുകാരുടെ ഒരു വലിയ പ്രതിഷേധം തന്നെ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റുന്ന ഒരു നടപടികളിലേക്കാണ് വനംവകുപ്പും പോലീസും എല്ലാം കടന്നിരിക്കുന്നത്. ഇനിയുള്ള അടുത്ത വനംവകുപ്പിന്റെ നീക്കം എന്ന് പറയുന്നത് JCB ഉൾപ്പെടെ ഈ പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് കിണറിൽ നിന്ന് ആനയെ കയറ്റുന്നതിനുള്ള ഒരു നടപടിയിലേക്കാണ് കടക്കുന്നത്. സമയത്തിനകം തന്നെ ഈ ഒരു ദൗത്യത്തിന് വനംവകുപ്പ് നേതൃത്വം കൊടുക്കും. ദിവ്യ, എന്തായാലും ആനയെ കരക്ക് കയറ്റാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ അതുണ്ടാകും. മലപ്പുറം ഓടക്കയം കൂരങ്കല്ലിലാണ് കിണറ്റിൽ ആന വീണത്. ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ഫൈസൽ നൽകിയത്.